അതെ, എംബസി വഴി പഴയ പാസ്പോർട്ട് കിട്ടുകയാണെങ്കിൽ മുന്നേ പേടിക്കാനില്ലെന്നാ അവനും പറഞ്ഞത്. ഏതായാലും റൂമിലുള്ളവരുമായിട്ടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കട്ടെ. ആ ശരി, എന്നാലും ഓക്കെ. അസ്സലാമു അലൈക്കും. എന്താ നേരത്തെ മുനീർ കടയിൽ വന്നിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നാ പോകാൻ പറയുന്നത്. നമ്മളെന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മളെ റൂമിലുള്ള ഒരാളാണ് മുനീർ. അവന്റെ പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മൾ അറിയാതെ പോകരുത്. അപ്പോഴേ ഓൻ ഒറ്റക്കല്ലാന്നുള്ള തോന്നലേ അവനക്കും ഇല്ലാതെ പോകുള്ളൂ. പിന്നെ ഒരു പ്രവാസിക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ഇവിടെ ഒരുപാട് സംഘടനകളില്ലേ, അവരുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. അതിനെന്താ കുഞ്ഞിപ്പാ, ഓരോ നമ്പറൊക്കെ നെറ്റിലടിച്ചാൽ കിട്ടുമല്ലോ. ശരി തന്നെ കുഞ്ഞിപ്പാ, ഓൻ പറഞ്ഞതന്നെ ശരി. ഒക്കെ നെറ്റ് കിട്ടുമല്ലോ. പിന്നെന്താ അതില് നോക്കിയ ഇതാണ് നമ്മളെ പ്രശ്നം. അപ്പോഴേക്ക് നെറ്റിലേക്ക് പോയി. നെറ്റിന് നമ്പർ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കേണ്ട കാര്യങ്ങള് ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ വേണം. ഫേസ്ബുക്കും വാട്സപ്പും തുറന്നാലേ ചിലർക്ക് ഭക്ഷണം പോലും വേണ്ട. ഒരു ഗസ്റ്റ് റൂമിൽ വന്നാലേ അവനോട് സംസാരിക്കാൻ പോലും നമുക്ക് സമയമില്ല. ഇങ്ങനെയൊക്കെ ആയ പോലെ ഇതിനൊക്കെ ഒരു മാറ്റം വേണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യും. ഞാൻ കടയിലേക്കാണ് ചെല്ലട്ടെ, കടയിലാണില്ല. ആജി റൂമിന്ന് വരണേ. ആ, ആരാ റൂമിലുള്ളത്? അവിടെ നമ്മളെ ഉണ്ട് മുനീറേ. ഓന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിനിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക്? നമ്മള് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്നേഹിതൻ നസീർ, ഓനോട് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ഓൻ പറഞ്ഞു ഏകദേശം നമുക്ക് ശരിയാക്കാന്നാ പറഞ്ഞേ. അതിന്റെ പേപ്പറൊക്കെ എംബസിയിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അതിനിപ്പോ കൊണ്ട് വരാറുണ്ട്. നസീർ വന്നു പോയിട്ട് വേണം എന്റെ ഇക്കാമൊക്കെ ഒന്ന് പോയി നോക്കാനേ. എനിക്ക് ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ? എനിക്കോ? നിനക്കറിയോ, ഗൾഫ് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് ഈ സ്വപ്നഭൂമിയിലേക്ക് കൈപിടിച്ചു കൊടുക്കുന്നത് യൂസ്വാജിയാണ്. ആ ആജിനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റൂല. നമ്മളെ ആജിയോ? അതെ. നസീറല്ല വരണ്ടേ? പാസ്പോർട്ടിന്റെ കോപ്പി എടുത്ത എന്നാ 2 കോപ്പി ഉണ്ട്. എന്നാ ശരി കേട്ടോ, ഞാൻ പോട്ടെ. ഡ്യൂട്ടിയിലായിരിക്കും. ഡാഡിക്കൊന്ന് വിളിക്കട്ടെ. ഹലോ, ഹായ് ഡാഡ്. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? നമ്മുടെ ഹാജിയാര് എസ്റ്റേറ്റ് കൊടുക്കാന്ന് കേട്ടു. ഡാഡി ഒന്ന് സംസാരിക്കേ. കാശൊരു വിഷയമല്ല. ഓക്കെ. സംസാരിച്ചതിലേക്ക് വിളിച്ചാ മതി. ഭാഗ്യാരും കണ്ടില്ല. അല്ലാത്തൊരു പ്രശ്നം. നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞത് ജനമതിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മാത്രമാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇതിൽ ഇടപെടാൻ കഴിഞ്ഞതും കോറോട്ടിന്റെ ഈ ടിക്കറ്റ് സഹായം വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞതും. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, ആരൊക്കെ സഹായിക്കുന്നു, ജീവകാരുണ്യ പ്രവർത്തനം ഉണ്ടോ ഇല്ലേ, ഇതൊന്നും അധികം ആൾക്കും അറിയില്ല. അപ്പോൾ ഇതേമാതിരി പ്രശ്നമുള്ള ആളുകൾ നമ്മളോട് ബന്ധപ്പെട്ടാൽ അതിന്റെ വഴിയിൽ കൂടി നമുക്ക് പോകാൻ കഴിയും. അപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക.
ഒരു ജീവകാരുണ്യ സംഘടന പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. വളരെ പ്രശംസനീയമാണ്. തോന്നുന്നുണ്ട് ഒരു പുറത്തെത്തിക്കും. ഞാൻ പോയി നോക്കട്ടെ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്നാ വരി. അസ്സലാമലൈക്കും. വലൈക്കും സലാം. നമുക്ക് വേറെ ഇരുന്ന് സംസാരിക്കാൻ ഇരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഇതുപോലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ മുമ്പും ഞങ്ങൾ ഇടപെടുകയും പലതും ഇന്ത്യൻ എംബസിയിൽ എത്തുകയും വേണ്ടുന്ന സഹായങ്ങൾ വാങ്ങിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ജീവകാരുണ്യ സംഘടന പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. വിഭാഗത്തിന്റെ ഇരകായവർക്ക് കേരള ഗവൺമെന്റും ഓർക്കാരൂട്ടും ചേർന്ന് പ്രഖ്യാപിച്ച ടിക്കറ്റ് സഹായം വാങ്ങിച്ചു കൊടുക്കാനും കഴിഞ്ഞതും. ഇവിടെ ഒട്ടനവധി സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതായത് ഇങ്ങനെ കുറെ സംഘടന ഉള്ളതും ഇതേമാതിരി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതും കൂടുതൽ ആളുകൾ അറിയുന്നില്ല. അല്ലെങ്കിൽ ചില ആളുകൾ ആ സംഘടനയോട് പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ ജോലികളും മറ്റു കാര്യങ്ങളിലും എല്ലാം അതിന് തടസ്സമാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, സംഘടനാ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുള്ളൂ. ചിലവരത് മടി കാണിക്കും. ഏതായാലും എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ തന്നെ നാട്ടിൽ പോവാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഷർഫിയൽ ഒരു യോഗ ഉള്ളതല്ലേ, ഇനി അവിടെ എത്തണം. അവിടെ ടിക്കറ്റ് ഞാനത് എടുത്തിട്ട് വരാം. അത് നിങ്ങളെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ. രാത്രി 1 മണിക്കാണ് ഫ്ലൈറ്റ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 10 മണിക്ക് എയർപോർട്ടിൽ പോയിക്കോണ്ട്. അവരുടെ കൂടെ ആരെങ്കിലും ഒക്കെ പോകണം. ഒരുപാട് നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും. ഇതൊക്കെ ഒരു നിമിത്തം മാത്രം. ഭാവിയിൽ ഇനിയും നല്ല വിസയിൽ വരാൻ അള്ളാഹു തൗഫീഖ് നൽകുന്നതാകട്ടെ. ഒക്കെ ശരിയായില്ലേ? വിളിച്ചിരുന്നു, അല്ല ശരിയായി അവൻ പറഞ്ഞിരുന്നു. ആ, എല്ലാം ഓക്കായി. നോർക്ക വക ടിക്കറ്റും അവര് ശരിയാക്കി. കുഞ്ഞിപ്പ കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? കാര്യങ്ങളും ഓക്കായി. ഇജ്ജ് വിളിച്ചു പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി തന്നെ. എവിടെ? വെറും കൈയോടെ പോണ്ടിരുന്നു എന്നോട് ചോദിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെങ്ങനെ വിടുവന്നോന്ന്. ഒരു പ്രവാസിയുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കുറച്ച് ചെറിയ സഹായങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കാൻ. എപ്പോഴാണ് ടിക്കറ്റ്? 11 മണിക്കാണ് എയർപോർട്ടിൽ. 11 മണിക്ക്. 1 മണിക്കൂറുള്ളൂ. ബാങ്ക് ഒരുങ്ങിക്കൂടിയാല്. നാടും വീടും വിദൂരതയിലാണെങ്കിലും റൂമിലുള്ളവരുമാണ് പ്രവാസിന്റെ കുടുംബം. ഈ ഒരു ഐക്യം കൊണ്ടാണ് നമ്മളെ മുന്നേറുന്ന നല്ല നിലക്ക് നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ നമുക്ക് സാധിച്ചത്. പുതുതായി വന്നവർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാലോ ആ പെട്ടി എത്തിയാണ് കുറച്ച് കാണിച്ചത്. ഗോപേട്ട എന്നാ പോട്ടെ. വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ വരാനുള്ളൊരു യോഗം ഉണ്ടായിരുന്നു, അത് നിറവേറിയെന്ന് കരുതിയാൽ മതി. റഹീമേ, മഹമ്മൂദേ, എല്ലാരോടും പോട്ടെ. എന്നാ ശരി. എന്നാലേ ഞാൻ പിന്നെ എയർപോർട്ട് കൊണ്ട് യാത്ര ആക്കിയിട്ട് വരാം. അസ്സലാമലൈക്കും. പ്രവാസിയുടെ പ്രയാണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് അനന്തമായി. ഇവിടുത്തെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഒഴുക്കിയ വിയർപ്പിനേക്കാൾ തീക്ഷ്ണതയുണ്ട് ഇവിടെ ഒഴുക്കിയ കണ്ണുനീരിന്. കാലം മായ്ക്കാത്ത മുൻ തലമുറയുടെ കണ്ണീരിൽ കുതിർന്നു ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങളിത് സമർപ്പിക്കുന്നു.